നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. കേരള ഹൗസിലെ ബീഫ് വേട്ടയിൽ കള്ളപ്പരാതി കൊടുത്ത ഹിന്ദു സേനാ നേതാവ് അറസ്റ്റിൽ. കേരള ഹൗസിൽ വീണ്ടും പോത്തിറച്ചി വിളമ്പി തുടങ്ങി. ദില്ലി പോലീസ് നടപടി ഫെഡറൽ വ്യവസ്ഥയ്ക്ക് ആഘാതമെന്ന് മുഖ്യമന്ത്രി. നിരോധനമുള്ളപ്പോൾ ബീഫ് വിറ്റാൽ ഇതിനപ്പുറവും നടക്കുമെന്ന് വി മുരളീധരൻ. രാഷ്ട്രീയ മാറ്റം പ്രവചിച്ച് എം വി വീരേന്ദ്രകുമാർ. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ജനതാദൾ എസുമായി യോജിക്കുന്നത് ചർച്ച ചെയ്യും. കരുത്തുറ്റ വർഗീയ വിരുദ്ധ മുന്നണിക്കൊപ്പം നിൽക്കും. വിട്ടുപോയവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരികെ എത്തുമെന്ന് കാനം രാജേന്ദ്രൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം വേണ്ടെന്ന് സുപ്രീംകോടതി. മെറിറ്റാകണം ഏക മാനദണ്ഡം. ദേശീയ താൽപര്യം മുൻനിർത്തി സർക്കാർ തീരുമാനമെടുക്കണം. കോടതി ലക്ഷ്മണരേഖ ലംഘിച്ചു എന്ന് ലീഗ്. ഭരണഘടനാ വിരുദ്ധമെന്ന് MES. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം വിദ്യാർത്ഥികൾ പിൻവലിച്ചു. ഗജേന്ദ്ര ചൗഹാനെതിരെ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആനന്ദ് പട്വർദ്ധനടക്കം ചലച്ചിത്ര പുരസ്കാരം തിരികെ നൽകി. കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ പീറ്റർ ടൈലർ രാജിവെച്ചു. തീരുമാനം ടീമിന്റെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന്. ട്രെവർ മോർഗൻ പുതിയ കോച്ച്. കേരള ഹൗസിൽ പശു ഇറച്ചി വിളമ്പിയെന്ന പരാതി നൽകിയ ഹിന്ദുസേന പ്രവർത്തകൻ അറസ്റ്റിൽ. പോലീസിന് തെറ്റായ വിവരം നൽകിയതിനാണ് ദില്ലി പോലീസ് നടപടി. സംഭവത്തിൽ ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. അതേസമയം ഇന്ന് ഉച്ച മുതൽ കേരള ഹൗസിൽ വീണ്ടും ബീഫ് വിളമ്പി തുടങ്ങി. ഇന്ന് ബീഫ് കഴിക്കാൻ വൻ തിരക്കാണ് കേരള ഹൗസിൽ ഉണ്ടായത്. രാവിലെ 11:30 തിലക് നഗറിൽ നിന്നാണ് ഹിന്ദുസേന പ്രവർത്തകൻ വിഷ്ണുഗുപ്തയെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേരള ഹൗസിൽ പശുവിറച്ചി വിളമ്പിയെന്നാരോപിച്ച് വിഷ്ണുഗുപ്ത നൽകിയത് വ്യാജ പരാതിയാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു പോലീസ് നടപടി. തുടർന്ന് കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് 6 മണിക്കൂറിലധികം നേരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് IPC 182 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2011 അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണെ ആക്രമിച്ച കേസിലും പ്രതിയായിരുന്നു വിഷ്ണുഗുപ്ത. അതേസമയം കേരള ഹൗസിൽ ഇന്ന് ഉച്ചഭക്ഷണത്തിനൊപ്പം ബീഫ് വിളമ്പി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള ഹൗസിൽ വീണ്ടും ബീഫ് മെനുവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇന്ന് വലിയ തിരക്ക്, ഉച്ചഭക്ഷണമാണ്, വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബീഫിന് ആവശ്യക്കാർ ഏറെയായിരുന്നു. ചിലർ മുൻകൂട്ടി ബുക്ക് ചെയ്തു. ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലപോലെ ചിലവാകുന്നുണ്ട്. പോലീസ് നടപടിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ പ്രതികരിച്ചു. ശരിയല്ല, നല്ല ബീഫ് നല്ലതല്ലേ, കേരളക്കാർക്ക് തന്നെ നല്ല ഇതായിട്ടല്ലേ കഴിക്കുന്നത്. No, that was unwarranted. Actually, they don't serve cow meat. So as long as it is not cow meat, it's not really violating any norms or law. So the action was unwarranted and not justified. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ബീഫ് കഴിക്കാനായി എത്തി. ഞങ്ങൾക്ക് വിധേയരായി ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് മാത്രമേ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന സംഘപരിവാറിൻ്റെ സ്വേച്ഛാധിപത്യപരമായ ഒരു സന്ദേശമാണ് ഇവിടുത്തെ റെയ്ഡിലൂടെ അവർ നൽകാൻ ശ്രമിച്ചത്. ബീഫിന് പകരം ബഫല്ലോ മീറ്റ് എന്നെഴുതിയ പുതിയ ബോർഡും ക്യാൻറ്റീനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള ഹൗസിന് മുന്നിൽ മനുഷ്യമതിൽ തീർത്തു. ഏതായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേരള ഹൗസ് ക്യാൻറ്റീനിൽ ബീഫ് തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ദില്ലി മലയാളികൾ. ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം PS ശ്രീധരൻപിള്ള, BJP നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, ടോം വടക്കൻ, ഫാദർ ബോവാസ് മാത്യു, SJR കുമാർ, VHP സംസ്ഥാന പ്രസിഡന്റ് സാറ ജോസഫ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, ഇന്ന് വീണ്ടും കേരള ഹൗസിൽ ബീഫ് വിളമ്പി തുടങ്ങിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് റെയ്ഡ് നടത്തിയത്, പൂട്ടിച്ചത് എന്നൊരു ചോദ്യമില്ലേ? ഇതൊക്കെ ഈ ഹിന്ദുസേനയുടെ ആളുകൾ കുറെ സംഘടനകളുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിൽ എന്തിനാ പെടുത്തുന്നത്? ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണിത്. അതിന് കോൺഗ്രസ് എപ്പോഴും നിഷ്ക്രിയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവർക്ക് ആശയങ്ങളൊന്നുമില്ല, ആമാശയേ ഉള്ളൂ. അതുകൊണ്ട് അവരിത് സപ്പോർട്ടും ചെയ്യും. എന്തിനായിട്ട് ചെയ്യുന്നത്? BJP-യെ സംബന്ധിച്ചിടത്തോളം BJP നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഗോമാംസം ഗോവധത്തിന് വേണ്ടി നിലക്കൊള്ളുന്നു. ഗോമാംസം പാടില്ല എന്നുള്ളതാണ്. അതിൽ AICC-യുടെ ജനറൽ സെക്രട്ടറി പോലും ഞങ്ങളാണ് ഇതിനാ ചെയ്തത് അത് പറഞ്ഞ അദ്ദേഹം ആ സത്യം തുറന്നു പറയുക, അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ദിഗ്വിജയ് സിംഗ്. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇപ്പൊ കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതിന് തടയിടാനായിട്ട് ഇത്തരത്തിൽ അവര് വളരെ ആസൂത്രിതമായി ബേബിയൊക്കെ ഇപ്പൊ പറയുന്നു, അവരൊക്കെ ഇതാ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധി ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ പറഞ്ഞത് കുറെ ഹിന്ദു സംഘടനകളെയാണ്, അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് താങ്കൾ തുടങ്ങിയത്.
ഇത് ഹിന്ദു സംഘടനയല്ലല്ലോ അവിടെ റെയ്ഡ് നടത്തിയത് ദില്ലി പോലീസാണ്. അത് കേരളത്തിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. അതിനെ സംബന്ധിച്ചത് അതൊക്കെ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. കാരണം ഇപ്പോൾ ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും ഉന്നതനം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും സംശയപരമായ കോഗ്നിറ്റീവ് ഒഫൻസ് നടക്കണമെന്ന് പറഞ്ഞാൽ പോലീസിനുള്ള സ്വാതന്ത്ര്യമില്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പരാതി രേഖാമൂലം അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് കേരള ഹൗസ് ദില്ലി പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചോദ്യം ഇതാണ്: പശുവിനെ അറക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അറവുശാലയിലാണ് പോയി റെയ്ഡ് നടത്തേണ്ടത്, പരിശോധന നടത്തേണ്ടത്. കേരള ഹൗസിൽ അറവുശാലയില്ല, പിന്നെ എന്തിനാണ് കേരള ഹൗസിൽ ദില്ലി പോലീസ് റെയ്ഡ് നടത്തിയത് എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? അദ്ദേഹത്തിന്റെ കത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, സമർത്ഥമായ. പക്ഷേ അവിടെയല്ലേ യുക്തി അതല്ലേ? ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഉൾപ്പെടെ ആ ഡയറക്ഷൻ അയച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പലതും ചെയ്തിട്ടുണ്ട്, അക്കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്റെ ചോദ്യം ഇതാണ്: കേരള ഹൗസിൽ എന്തിനാണ് പോലീസ് റെയ്ഡ് നടത്തിയത്? MA ബേബി അന്നും വിദ്യാർത്ഥി യൂണിയന്റെ നേതാവായിട്ടുണ്ടോ പ്രതിഷേധിക്കാഞ്ഞത്? എവിടെയും പ്രതിഷേധിച്ചായിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ശ്രീ PS ശ്രീധരൻപിള്ള, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഒരു പ്രതീഷ് വിശ്വനാഥൻ. ആ പ്രതീഷ് വിശ്വനാഥനാണ് അമിത്ഷായും SNDP യോഗവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരൻ. ഈ പ്രതീഷ് വിശ്വനാഥനാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അവിടെ പശുവിറച്ചി വിതരണം ചെയ്യുന്നുവെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു സേന അവിടെ പോലീസിൽ പരാതി നൽകിയത്, പോലീസിനെയും കൂട്ടി കേരള ഹൗസിൽ വന്ന് റെയ്ഡ് നടത്തിയത്. ഇതിലെല്ലാം തന്നെയും ദുരൂഹതയുണ്ട്. കേരളത്തിലും ഈ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ പ്രതീഷ് വിശ്വനാഥൻ നടത്തിയത് എന്നുള്ളത് ഒന്നാം ഘട്ടമാണെങ്കിൽ, ഇന്നുപോലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ V മുരളീധരൻ പറഞ്ഞത് ബീഫ് വിതരണം ചെയ്താൽ റെയ്ഡല്ല, അതിനപ്പുറവും നടക്കുമെന്നാണ്. എന്താണ് അതിൻ്റെ അപ്പുറത്ത് നടക്കാൻ പോകുന്നത്? എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഗോവധം ഞങ്ങളുടെ അടിസ്ഥാന തത്വമാണ്. ആ ഗോവധത്തിന്റെ കാര്യത്തിൽ താത്വികമായ നിലപാടാണ്. അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ നടപ്പാക്കിയ അവസരത്തിൽ ഇപ്പം ഏതോ ഒരു വിശ്വാസിന്റെ പേര് പറഞ്ഞു, എനിക്ക് അയാളെ അറിയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുള്ള അവകാശമുണ്ട്. വിശ്വനാഥനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. PS ശ്രീധരൻപിള്ള, താങ്കൾക്ക് അറിയുമോ അറിയില്ലയോ എന്നുള്ളതല്ല. അമിത്ഷായും പ്രധാനമന്ത്രിയുമായും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ എത്തിച്ചത്, അവരുടെ ബന്ധത്തിൻ്റെ ഇടനിലക്കാരൻ താനാണ് എന്ന് ഹിന്ദു ദിനപത്രത്തിന് ഈ പ്രതീഷ് വിശ്വനാഥന് അഭിമുഖം നൽകുകയും ഫേസ്ബുക്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയുമായി ഒന്നിച്ചു നിൽക്കുന്ന പടം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്റ്റീവായി അറിയാം അറിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്തോ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ മാത്രം വർഗീയ ധ്രുവീകരണം കൊണ്ടുവന്നാൽ പോരാ, അത് കേരളത്തിലും എത്തിക്കണം. താങ്കൾ ഈ പറഞ്ഞതിന് ഞാനൊരു ഒരു 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 വിശദീകരണം തന്നോട്ടെ താങ്കളോട് തന്നെ. കാരണം താങ്കൾ പറഞ്ഞ മാനദണ്ഡം തന്നെ അടിസ്ഥാനമായിട്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും എല്ലാം കൂടെ ചേർന്നിട്ട് പ്രധാനമന്ത്രിയെ കണ്ടല്ലോ. BJP പറഞ്ഞിട്ടാണോ? BJPയുടെ പെർമിഷൻ കൂടിയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആർക്കും കാണാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആർക്കും കാണാം. കാണുന്ന തെറ്റുണ്ടോ? അതിന്റെ ഫോട്ടോ വന്നാൽ തെറ്റുണ്ടോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ബന്ധം ഉണ്ടാവില്ലെന്ന് MABക്ക് പ്രഖ്യാപിക്കാമോ? അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് പ്രധാനമന്ത്രി അതിന് ശേഷം പറഞ്ഞ വാക്കുകളും ഒരു വലിയ ഇതാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആ തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അന്യോന്യം അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. അപ്പൊ അത് CPM കൂടും അവരോട്. തുടരുക. ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, PS ശ്രീധരൻപിള്ള, ഈ ചർച്ചയിൽ നമുക്ക് മുഴുവനായും പങ്കെടുപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ ബീഫ് രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവന്നത്, കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ കേരള ഹൗസിൽ ധർണ നടത്തുന്നു, അവിടെ ആകെ തന്നെയും ബഹളമയമാക്കുന്ന ഒരു ബീഫിൻ്റെ വിഷയത്തിൽ ആ തരത്തിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ, അങ്ങനെ കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വരുന്നെങ്കിൽ വരട്ടെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 87 അതാണ്. നിൽക്കൂ ശ്രീ MP ഗോവിന്ദ മാസ്റ്ററോടാണ് എൻ്റെ ചോദ്യം. ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി AK ആന്റണി ആ രാഷ്ട്രീയം പറയുന്നുണ്ട്. 87 ശരീഅത്തിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം സൃഷ്ടിച്ച് നിങ്ങൾ അധികാരത്തിലേറി. തൊട്ടു പിന്നാലെ ജില്ലാ കൗൺസിലിൽ സദാം ഹുസൈൻ്റെ പടം ഉയർത്തിക്കാണിച്ച് കരണം മറിഞ്ഞു. സമാനമായ വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പറിച്ചു നടാൻ വേണ്ടിയാണോ ബീഫ് രാഷ്ട്രീയം ഇങ്ങനെ വിവാദമാക്കുന്നത്, പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെടുന്നത്? അല്ല, ഇതിൻ്റെ അകത്തൊരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്,
കേരളത്തിലായിരുന്നില്ലല്ലോ ഈ റെയ്ഡും പ്രശ്നവും ഒന്നും ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് പോലീസ്, BJPയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസ്, ഡൽഹി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPIMൻ്റെയോ ഒന്നും സ്ഥാപനമല്ല, ഗവൺമെൻറ് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുകയാണ്. ആ റെയ്ഡ് നടത്തുന്നതിന് യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ നേരെ ക്യാൻറ്റീൻ്റെ അടുക്കളയിലേക്ക് നിരവധി പോലീസുകാർ തള്ളിക്കറങ്ങി പരിശോധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു കടന്നാക്രമം തന്നെയാണ്. കേരളീയ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ മനസ്സിനെ മതിക്കുന്ന പ്രശ്നം തന്നെയാണ്. അവൻ്റെ ആത്മാഭിമാനത്തിന് നേരെ നടത്തിയിട്ടുള്ള ഒരു കടന്നാക്രമമാണ്. ആ കടന്നാക്രമത്തെയാണ് കേരളം പ്രതിരോധിച്ചത്. ആ കടന്നാക്രമത്തെ ഇന്ന് ബീഫ് വറുത്തതും കറിവെച്ചതും എല്ലാം വിളമ്പി മലയാളിയുടെ ഭക്ഷണശീലത്തിൽ ആരും ഇടപെടേണ്ട എന്ന ഉഗ്ര പ്രഖ്യാപനം തന്നെയായി അത് മാറിയിട്ടുണ്ടാകണം ഒരുപക്ഷെ. പക്ഷേ നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഉമ്മൻചാണ്ടിക്കെതിരെ വികാരം ഇളക്കി വിടാൻ ശ്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ലേ? പിന്നെ എന്തിനാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇക്കാര്യത്തിൽ വികാരം ഇളക്കി വിടാൻ ശ്രമിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇടപെട്ടത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇടപെട്ടത്. അതിനു മുമ്പ് ആസാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ ഇടപെടുകയുണ്ടായി. മതനിരപേക്ഷതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമത്തായ കടന്നാക്രമമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിക്കാനുള്ള ജനാധിപത്യപരമായ അടക്കമുള്ള ആളുകൾ കേരള ഹൗസിൽ ആ നിലയിൽ ധർണ നടത്തിയിരുന്നില്ല എങ്കിൽ, കേരള ഹൗസ് ഒരു പ്രക്ഷോഭ ഭൂമിയാക്കിയിരുന്നില്ല എങ്കിൽ ഉമ്മൻചാണ്ടി കത്തയക്കില്ലായിരുന്നു, ഉമ്മൻചാണ്ടി തുടർ നടപടികൾ എടുക്കില്ലായിരുന്നു, കേരള ഹൗസിൽ ബീഫ് വിതരണം ചെയ്യില്ലായിരുന്നു എന്നതാണ് CPMന്റെ വാദം. തീർച്ചയായും CPMന്റെ വാദം ഒരു ഭാഗത്ത്. റിയാലിറ്റി ചെക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ബാലൻസ് ചീഫ് മിനിസ്റ്ററാണ് ശ്രീ ഉമ്മൻചാണ്ടി. അവർക്ക് ഇൻപുട്സ് വേണമായിരുന്നു. ഡൽഹിയിൽ നടന്ന കൃത്യമായ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, റെസിഡന്റ് കമ്മീഷണറിന്റെ ഇന്ന് റിപ്പോർട്ട് എടുക്കാം ആയിരുന്നു. ഒരു ആജിറ്റേഷൻ പൊളിറ്റിക്സിന്റെ ഭാഗവുമല്ല, ഒരു ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇൻപുട്ട് എടുത്തിട്ട് കൃത്യമായി പ്രൈം മിനിസ്റ്റർ എഴുതലും അതിനെപ്പറ്റി ഫോളോ അപ്പ് ആക്ഷനും ലീഗൽ ആക്ഷനും ചെയ്യുന്നു പറഞ്ഞ ആ വ്യക്തിയാണ്. ചെയ്യേണ്ടത് എല്ലാം സമയത്തിന് ചെയ്തു. അല്ലാതെ CPMന്റെ ആജിറ്റേഷണൽ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അത് സിറ്റുവേഷനെ പോളറൈസ് ചെയ്യാൻ അധികമുള്ള ഒരു ശ്രമമാണ് അവിടെ. ചീഫ് മിനിസ്റ്റർ ചെയ്യുന്നത് ലോ എക്സാക്ട്ലി ആരാണ് ഇതിലെ കൾപ്രിറ്റ്സ് പ്രൈം മിനിസ്റ്റർ എഴുതി. ഇതിന് മീതെ പറ്റുമോ? അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ആക്ഷനിൽ ക്രിമിനൽ ആക്ഷൻ, ലീഗൽ ആക്ഷൻ എടുക്കുന്നു പറഞ്ഞ് കൃത്യമായി പ്രഖ്യാപിച്ചു. ഇതിന് മീതെ എന്താണ് എക്സ്പെക്ടേഷൻ? അത് ഇപ്പോൾ ബീഫിന്റെ കാര്യമായാലും ബഫലോ മീറ്റ് ആയാലും അത് റിസ്റ്റോർ ചെയ്തു. അല്ലാതെ CPMന്റെ ഗോൾഡ് മെഡൽ അല്ല ഇഷ്യൂ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ആണ്. ഒരു സ്റ്റേറ്റ് സദനിൽ കയറി ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് ആക്രമിക്കുന്നത്, ഒന്ന് ഡൽഹി പോലീസിന്റെ നിയമം അനുസരിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർ പറഞ്ഞത് അവരുടെ റൈറ്റ് ആണെന്ന്. പക്ഷെ നിയമപരമായിട്ട് ഒരു കിച്ചണിലോ ക്യാൻറ്റീനിലോ കയറാനുള്ള പവർ ഇല്ല ഡൽഹി പോലീസിന്. അത് വ്യക്തതയുണ്ട് വിഷയം. ഇത് പലരും ജസ്റ്റിസ് കാജുവും പറഞ്ഞു, ഈ പെർട്ടിക്കുലർ IPC അല്ല അതിലെ ഇത്. നമുക്ക് അതിലേക്ക് വരാം. ഫാദർ ബോവാസ് മാത്യു, ഇക്കാര്യത്തിലൊരു ന്യൂനപക്ഷ വികാരം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ കണ്ടു, താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിനെ കണ്ടു. ഇങ്ങനെയുള്ള രൂപതാധ്യക്ഷന്മാരെ ഉമ്മൻചാണ്ടിക്ക് കാണേണ്ടതില്ല. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയുടെ പോക്കറ്റിലാണ് ഈ രൂപതാധ്യക്ഷന്മാർ. പാണക്കാട് ഹൈദരലി തങ്ങളെയും ഇന്നലെ ഉമ്മൻചാണ്ടി കണ്ടു. ഈ വിഷയത്തിലൊരു ഈ വിഷയമെന്ന് പറയുമ്പോൾ ബീഫ് എന്ന ഒറ്റ വിഷയത്തിലല്ല, സംഘപരിവാർ ഉണ്ടാക്കുന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥതയെ ആരാണ് ശക്തിമത്തായി പ്രതിരോധിക്കുന്നത് എന്ന ചർച്ച ഇവിടെ നടക്കുന്നു. 1. 2, കേരള ഹൗസിലെ ബീഫ് ഭക്ഷണത്തിൽ ഇടപെടുന്നു എന്നുള്ളത് കേരളത്തിലേക്കും ഈ സംഘപരിവാർ അജണ്ട വരുത്തുന്നതിൻ്റെ തുടക്കമാണ് എന്നും അതിനാണ് പ്രതീഷ് വിശ്വനാഥൻ ആധ്യക്ഷം വഹിക്കുകയോ കാർമ്മികത്വം വഹിക്കുകയോ ചെയ്തിരിക്കുന്നത് എന്ന പ്രചാരണവും ഒക്കെ തന്നെയും തനിക്കെതിരാകും. UDFിനെതിരായി ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുമെന്ന ഭയം ഉമ്മൻചാണ്ടിക്കുണ്ട് എന്നാണ്
ഒരുപക്ഷെ CPM ആഗ്രഹിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ഇത്രയും ഈ വിഷയം ഇത്രയധികം വലുപ്പത്തിൽ അവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷമാണ് ശരിയായ നിലപാടെടുക്കുന്നത്, ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ദൗർബല്യം കാണിക്കുന്നു എന്ന തോന്നലുണ്ടോ? നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് ബീഫിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ബീഫിൻ്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, പക്ഷേ ബീഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ വിഷയം പോകുന്നുവെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായും അതിൽ ഇരയാക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഉത്തരേന്ത്യയിൽ ബീഫ് വിവാദമുണ്ടായപ്പോൾ ഇരകളാക്കപ്പെട്ടത് മുസ്ലിങ്ങളാണ്. ഇത് ഡൽഹിയിൽ കേരള ഹൗസിൽ ഇത് ആരംഭിച്ചുവെങ്കിൽ എത്രയും വേഗം ഇത് കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം വളർന്നു വന്നാൽ കേരളത്തിലെ ഒരു സാമൂഹിക ഘടനയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളും വിഭജനങ്ങളും ഉണ്ടാകും. താൽക്കാലികമായി ഇത് വെച്ച് കളിക്കുന്നവർക്ക് അധികാരം ഒരു സാധ്യതയാണ് എങ്കിൽ ആത്യന്തികമായി ഇത് നമ്മുടെ പൊതുസമൂഹത്തെ തകർക്കും. ഇവിടെ ഇരയാക്കപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ നമുക്ക് തള്ളിക്കളയാനാകില്ല. അവരിൽ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്നു. ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ടവർ ഉത്കണ്ഠയുള്ള മനുഷ്യരുടെ, ഭയപ്പാടിൽ കഴിയുന്ന ആളുകളുടെ ഉത്കണ്ഠ അകറ്റാൻ, അവരുടെ ഭയപ്പാട് അകറ്റാൻ പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം മുന്നോട്ട് വരണം. അതിൻ്റെ ഭാഗമായി മാത്രമേ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ബിഷപ്പുമാരെയോ മറ്റു സമുദായ നേതാക്കളെയോ കണ്ടതിനെക്കുറിച്ച് വിലയിരുത്താനാവുകയുള്ളൂ. ഓരോരുത്തരും പ്രാദേശികമായ പല വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ ചെന്ന് അവരെ കണ്ട് ചർച്ച ചെയ്യുന്നതിൽ തെറ്റ് കാണുന്നില്ല. അത് ഒരു സമുദായത്തോട് മാത്രമായിരിക്കരുത്, എല്ലാവരോടും അങ്ങനെ ഒരു സമീപനം ആയിരിക്കണം, അത് നിർബന്ധമായും. അതുകൊണ്ട് ഇതിനകത്ത് ആര് മുന്നിൽ നിന്ന് ഇവിടെ രക്ഷ നേടിത്തരുന്നു എന്നതിനേക്കാൾ പ്രധാനം രക്ഷയ്ക്ക് തടസ്സമായിരിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ ഒറ്റപ്പെടുത്തുന്ന, വിഭജിക്കുന്ന, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ശക്തികൾക്കെതിരെ കൂട്ടായ പോരാട്ടമാണ് ആവശ്യം. അങ്ങനെ കൂട്ടായ പോരാട്ടത്തിൽ ഒരു ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ ശക്തമായി ആര് നിലനിൽക്കുന്നുവോ അവരോടൊപ്പം സ്വാഭാവികമായ ആളുകൾ നിൽക്കും. അതിപ്പോൾ നമ്മൾ ത്രാസിൽ വെച്ച് തൂക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇവിടെ ത്രാസിൽ വെച്ച് തൂക്കുന്നതൊക്കെ ഒരല്പം കൂടെ കഴിഞ്ഞു മതി. അതിനേക്കാൾ പ്രധാനം ഈ ഒരു ഫാസിസ്റ്റ് സമീപനത്തെ, ഞങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം നിങ്ങൾ കഴിക്കണം, ഞങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഈ ഒരു സമീപനത്തെയാണ് നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതും എതിർക്കേണ്ടതും. അവിടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകണം, സാംസ്കാരിക പ്രവർത്തകരുണ്ടാകണം, പൊതുസമൂഹത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന, നന്മയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഉണ്ടാകണം. സ്വാഭാവികമായും കോൺഗ്രസ് സംഘപരിവാറിനെ പ്രതിരോധിക്കണം എന്നത് ഇന്നലെ വരെ ഉയർന്നത് ശബ്ദത്തിലല്ല, അതിനേക്കാൾ കനത്ത ശബ്ദം ഇന്ന് ഉയരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ടോ താങ്കൾ? ഇത് എക്കാലത്തുമുള്ള കാര്യമാണ്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് സംഭവത്തിലാണ്, ഇപ്പൊ ഉത്തർപ്രദേശിലാണെന്ന ഒരു സംഭവം, 3 സാഹിത്യകാരന്മാരോട് ബന്ധപ്പെട്ട സംഭവം, ഏത് സംഭവത്തിലാണ് BJPയുടെ അറസ്റ്റിന് പ്രവർത്തകന്മാര് ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട്. അപ്പൊ ഇത് ഈ ഭരണകൂടം, അവർക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ ഒരു ഭരണകൂടം വന്നിരിക്കുന്നു. ആ ഭരണകൂടത്തെ വെച്ചു പൊറുപ്പിക്കില്ല. ഇത് വാജ്പേയിയുടെ കാലത്തുണ്ടാകും. ജബുവ സംഭവം ഉൾപ്പെടെ ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ, ജബുവ സംഭവത്തിന്റെ പേരിൽ കേരളത്തില് തെരുവിലിറങ്ങിയിട്ട് കുട്ടികളെ വരെ തെരുവിലിറക്കിയില്ല. ഞാൻ അന്നത്തെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ജബുവ സംഭവത്തിൽ അവസാനം വിധി എന്താ വന്നത്? ആരായിരുന്നു പ്രതികൾ? നമ്മൾ ചിന്തിച്ചോ? ഇതെല്ലാം, ഈ ആക്ഷേപങ്ങളെല്ലാം ക്ലൈമാക്സിൽ എത്തുകയും പിന്നീട് ആന്റി ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് ഇത് ജനങ്ങൾ മറന്നു ചെയ്യും. ഈ ഒരു ക്രൂരതയാണ് ഞങ്ങളോട് കാണിക്കുന്നത്. ഇത് തിരിച്ചല്ലേ PS ശ്രീധരൻപിള്ള? എന്താണോ താങ്കൾ മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലേക്കോ ആരോപിക്കുന്നത്, അതിന് നേരെ തിരിച്ചല്ലേ കാര്യങ്ങൾ? ഒരു ഘട്ടത്തിൽ ലവ് ജിഹാദ് ഉന്നയിക്കുകയും രണ്ടാമത്തേത് ഇപ്പോൾ പോത്തിറച്ചിയോ അല്ലെങ്കിൽ കാളയിറച്ചിയോ അല്ലെങ്കിൽ പശുവിറച്ചിയോ എന്ന നിലയിലേക്ക് വരുന്നു. തൊട്ടടുത്തിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗക്കാരനെ സംശയത്തോടു കൂടി നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ തങ്ങൾക്ക്
സങ്കീർണമായി തോന്നുന്ന പശുവിറച്ചി അവൻ കഴിക്കും, അവൻ ഫ്രിഡ്ജിൽ വെക്കും എന്ന നിലയിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുകയും ആളെ തല്ലിക്കൊല്ലുകയും വഴിയെ പോകുന്ന വാൻ തടഞ്ഞു നിർത്തി അതിൻ്റെ ഡ്രൈവറെ ഇല്ലായ്മ ചെയ്യുകയും കേരള ഹൗസ് പോലുള്ള ഒരു പൊതുസ്ഥാപനത്തിൽ കയറി റെയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ അയൽവാസിയെ സംശയിക്കണമെന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യവും ഈ സമൂഹത്തിൽ നടന്നുകൂടാ എന്ന, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരും ഞാൻ കോട്ട്സ് ഇടുകയാണ് എൻ്റെ കൈകൊണ്ട്, ഫാസിസ്റ്റ് നീക്കമല്ലേ? അല്ല, അത് ഫാസിസ്റ്റാന്ന് പരിധിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഫാസിസ്റ്റുകളായി ആരോപിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രചരണം നടത്തട്ടെ. അല്ല, ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ അവർ പിന്മാറുമോ? ഇപ്പൊ CPM അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. കാരണം 5 മാസക്കാലം എല്ലാ ചാനലും സാമ്പത്തിക സ്ഥിതി, വിലക്കയറ്റം, ഇന്ത്യയിലെ വിദേശ നയം, ഇതെല്ലാം ചർച്ച ചെയ്തിരുന്നത്. പെട്ടെന്ന് ടേൺ ചെയ്തിട്ട് അതിന് പ്രസക്തി ഇല്ല എന്ന് വന്നപ്പോൾ പഞ്ചസാരയുടെയും ഒരുപാട് സാധനങ്ങളുടെ പറയാൻ സാധിക്കും. സാമ്പത്തിക രംഗത്ത് 7.5% വളർച്ച ഉണ്ടായിട്ട് അവാർഡ് കിട്ടുന്നു ഇന്ത്യൻ ധനകാര്യമന്ത്രിക്ക്. ഇതെല്ലാം വരുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് വേറൊരു അജണ്ട കൊണ്ടുവരുന്നു, ബീഫ് അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഇതില്ല വേറൊന്ന് കൊണ്ടുവരും. പിന്നെ ഈ ബിഷപ്പുമാരൊക്കെ പറയുന്നത് ഞങ്ങൾ അവരോടൊന്ന് എവിടെയാ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ പൈതൃകമാണ് സർവ്വധർമ്മ സമഭാവം, അതില്ലെങ്കിൽ ഇന്ത്യയില്ല, ഭാരതമില്ല. അതേ സമയത്ത് ചില ഒറ്റപ്പെട്ട ചില വൈകാരികമായിട്ട് ആരെങ്കിലും ചെയ്താൽ ഞാൻ ചോദിക്കട്ടെ, ബീഫിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോവധത്തോട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കലാപങ്ങൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എത്രയോ ആളുകൾ ഇരുഭാഗത്തും മരിച്ചിട്ടുണ്ട്. മരിച്ചതല്ലേ? അതുകൊണ്ട് കുമാർ, താങ്കളാണല്ലോ കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ. ഇവിടെ തുടക്കത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇന്ന് CPM മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, വടക്കേ ഇന്ത്യയിൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഘർഷം, ഗോവധം നടത്തി എന്ന ആരോപിച്ച് ഒരു മധ്യവയസ്കനെ തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ധ്രുവീകരണം, അത് കേരളത്തിലേക്ക് കൂടി പറിച്ചു നടുന്നതിൻ്റെ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൗസിൻ്റെ സ്റ്റാഫ് ക്യാൻറ്റീനിലുള്ള ദില്ലി പോലീസിൻ്റെ റെയ്ഡ്. അതിന് ചുക്കാൻ പിടിച്ചത് പ്രതീഷ് വിശ്വനാഥൻ എന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും SNDP യോഗത്തിൻ്റെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളാണ്. അത് BJPയുടെ കൂടി ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കുന്നതാണ് V. മുരളീധരൻ്റെ ഇന്നത്തെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറയുന്നത് അവിടെ ബീഫ് വിതരണം ചെയ്താൽ റെയ്ഡല്ല, അതിനപ്പുറവും നടക്കും എന്നാണ്. ആ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലും പറിച്ചു നടുക, ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അതുണ്ടോ സംഘപരിവാർ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക്? ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കാലത്ത് നടന്നിരിക്കുന്ന ഇത്തരം വിവിധങ്ങളായ പ്രശ്നങ്ങളിലൊന്നും വിശ്വ ഹിന്ദു പരിഷത്തിന് യാതൊരു പങ്കുമില്ല. പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുമില്ല, ആരോപിക്കപ്പെട്ടിട്ടുമില്ല. അതാണ് എൻ്റെ സത്യം. ഇപ്പോൾ ഈ ബീഫിൻ്റെ പ്രശ്നം കേരളത്തിൽ എവിടെയാണ് നടന്നിരിക്കുന്നത്? കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഇന്നേ ദിവസം വരെ ഇത്തരത്തിലൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലാതെ ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംഘടനയും ഇന്നേ ദിവസം വരെ കേരളത്തിൽ ഈ വിഷയം ഒരു തരത്തിലും അവതരിപ്പിക്കുകയോ അല്ലെ അതിന് അനുകൂലമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഏതെങ്കിലും പ്രവർത്തനമോ നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങളെ ആശങ്കയ്ക്ക് വകയുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയല്ല നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വാധീനം നിങ്ങൾക്ക് വിശ്വ ഹിന്ദു പരിഷത്തിനോ സംഘപരിവാർ സംഘടനകൾക്കോ ഇല്ല എന്ന് വേണം കരുതാൻ. ഉത്തരേന്ത്യയിൽ ഒരു മധ്യവയസ്കനെ ഈ വിഷയത്തിൽ തല്ലിക്കൊന്നപ്പോൾ ഇവിടെ ഗ്രാമാന്തരങ്ങളിൽ, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ ക്യാമ്പസുകളിലും നടന്നത് ബീഫ് ഫെസ്റ്റിവലാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒറ്റപ്പെട്ട ശ്രമങ്ങൾ BJPയുടെ സംഘടനകൾ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ഈ ബീഫ് ഫെസ്റ്റിവലുകൾ നടന്നു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്, അത് എല്ലായിടത്തും നടക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ അത് നടപ്പാക്കാൻ കഴിയില്ല. പകരം കേരളത്തിൻ്റെ മറ്റൊരു കേന്ദ്രമായ കേരള ഹൗസിൽ അത് നടപ്പാക്കാൻ ശ്രമിച്ച് ആ ഭീതി നിങ്ങളെപ്പോഴും ഭീഷണിയുടെ നിഴലിലാണ് എന്ന് കാണിക്കാൻ ഈ പറയുന്ന പ്രതീഷ് വിശ്വനാഥനും സംഘവും ശ്രമിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലുമല്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദു സേന എന്നുള്ളൊരു പ്രസ്ഥാനം, ഒരു സംഘടന വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടോ സംഘപരിവാർ പ്രസ്ഥാനമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രസ്ഥാനമാണ്. അത് ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ കേരള ഹൗസിലെ ബീഫിൻ്റെ കാര്യം നമ്മളെടുത്താൽ
ആ പ്രദേശത്ത് ഗോഹത്യ നിരോധിച്ചിരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തീർച്ചയായിട്ടും ഗോമാംസം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ആരും അംഗീകരിക്കുന്ന സത്യം തന്നെയാണ്. നമുക്കിപ്പോൾ തന്നെ കണ്ടാൽ അറിയാം, ഇന്നലത്തെ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആ മെനു കാർഡിൽ ബീഫ് എന്നായിരുന്നെങ്കിൽ ഇന്നത് മാറ്റി മീറ്റ് കറി, മീറ്റ് ഫ്രൈ എന്ന് മാറ്റി ബഫലോ എന്ന് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അപ്പൊ അത് തന്നെ വളരെ സംശയത്തിന് ഇട നൽകുന്ന ഒരു കാര്യമാണ്. കേരള ഹൗസിന്റെ അധികൃതർ തന്നെയാണ് അവരുടെ മെനു കാർഡിൽ ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഹിന്ദുസേന ചെയ്തത് ശരിയാണെന്നൊന്നുമല്ല സ്ഥാപിക്കുന്നത്. പക്ഷെ ഗോമാംസം വിൽക്കാൻ തെളിവുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ ശ്രീ പി എസ് ശ്രീധരൻപിള്ളിയോട് ചോദിച്ചത്. ഞാൻ ഇടപെടുന്നതുകൊണ്ട് താങ്കൾ എന്നോട് ദയവായി ക്ഷമിക്കണം. പി എസ് ശ്രീധരൻപിള്ളിയോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. കേരള ഹൗസ് നിയന്ത്രിക്കുന്നത് അവിടുത്തെ റെസിഡന്റ് കമ്മീഷണറാണ്. ആ റെസിഡന്റ് കമ്മീഷണർ ഒരു IAS പദവിയുള്ള ആളാണ്. അവിടെ സ്റ്റാഫ് ക്യാൻറ്റീനിലാണ് ബീഫ് വിതരണം ചെയ്യുന്നത്. ഈ സ്റ്റാഫ് ക്യാൻറ്റീൻ നടത്തുന്നതിന് കേരള ഹൗസിലെ ഉദ്യോഗസ്ഥരുടെ, അതായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റിയാണ് സ്റ്റാഫ് ക്യാൻറ്റീൻ നടത്തുന്നത്. അപ്പോൾ അവിടെ ഗോമാംസം വിതരണം ചെയ്യുന്നുണ്ടോ, പശുവിറച്ചി വിതരണം ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി, കാരണം ഈ പറയുന്ന റെസിഡൻറ്റ് കമ്മീഷണറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണല്ലോ ഇത് പർച്ചേസ് ചെയ്യുന്നത്. റെസിഡൻറ്റ് കമ്മീഷണറോട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ക്യാൻറ്റീൻ നടത്തുന്ന സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. അതൊന്നും ചെയ്യാതെ അവിടെ റെയ്ഡ് നടത്തുന്നത് എത്ര കണ്ട് ഉചിതമായിരിക്കും? 1. 2, ഇനി അവിടെ ഗോമാംസം വെട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അറവുശാലയില്ല. അറവുശാലയുള്ളത് മറ്റെവിടെയോ ആണ്, അധികൃതമായി നടക്കുന്ന മറ്റെവിടെയോ. അവിടെ പോയി പോലീസ് അന്വേഷിച്ചോ? ഇല്ല. ആ നിലയിലാണ് അവിടെ ഒരു ദുർനടപടി ഉണ്ടായിരിക്കുന്നത്. അതിലാണ് എല്ലാവർക്കും സംശയം. ഈ സംശയത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഹിന്ദു സേന ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചോളം നമുക്ക് യാതൊരു വിവരവുമില്ല. കാരണം ഈ സേനയുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന് യാതൊരു ബന്ധവുമില്ല. അവരവിടെ എന്താണ് ചെയ്തതെന്നുള്ളതല്ല വിഷയം. ഞാൻ പറയുന്നത് അവർ അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടത് പോലീസാണ്. അതിനും വിശ്വ ഹിന്ദു പരിഷത്തിന് കാരണം ആ രാജ്യത്ത് ആ സ്ഥലത്ത് നിലനിൽക്കുന്ന നിയമം എന്താണോ ആ നിയമം പൂർണ്ണമായിട്ടും അത് ആ നിയമം അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പോലീസിന്റെ ഒരു കടമയാണ്. ഞാൻ വീണ്ടും ഇടപെടുകയാണ്. ഇവിടെ ഹിന്ദു സേന, ഹനുമാൻ സേന, ശ്രീരാമസേന ഇവയുമായി ഒന്നും ഞങ്ങൾക്ക് ബന്ധമില്ല നിങ്ങൾ സംഘപരിവാർ സംഘടനകൾ ആവർത്തിച്ചു പറയുന്നു. ഈ കക്ഷികളൊക്കെയാണ് സാധാരണഗതിയിൽ പോയി ആളെ കൊല്ലുന്നത്. ഇപ്പം മുഹമ്മദ് അഖ്ലാഖ് എന്ന ദാദ്രിയിലെ മധ്യവയസ്കനെ കൊന്നത് നിങ്ങൾ ആരുമല്ല എന്ന് നിങ്ങൾ പറയും. പക്ഷേ VHPയുടെ തന്നെ ഒരു സാത്യു പ്രാച്ചി എന്ന താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന MP പിന്നീട് സ്ഥിരീകരിച്ച് പറഞ്ഞത് ദാദ്രിയിൽ എന്താണോ നടന്നത് അതുതന്നെയാണ് ഇനി ബീഫ് കഴിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ശ്രീ കുമാർ. വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണമെങ്കിൽ പറയാം. അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഓരോ വ്യക്തികൾ പല കാര്യങ്ങളും പറയുന്നതിന് ഒരിക്കലും ഒരു സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം സംഘടനയുടെ പ്രധാനപ്പെട്ട ആ സംഘടന ചെയ്യേണ്ട ഉത്തരവാദിത്തപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നയം നടപ്പിലാക്കാത്തയാളെ ഏറ്റവും കുറഞ്ഞതൊന്ന് ശാസിക്കണം. പുറത്താക്കുകയാണ് വേണ്ടത്, ഒന്ന് ശാസിക്കുകയെങ്കിലും വേണം. ശാസിക്കുകയല്ലല്ലോ, അഭിനന്ദന പ്രവാഹമാണല്ലോ സാധ്വി പ്രാജിക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും നടന്നിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഈ തെറ്റ് ചെയ്യുന്നവരെ അഭിനന്ദിക്കുക എന്നുള്ളത് ഒരു സംഘപരിവാർ പ്രസ്ഥാനമോ BJPയോ ചെയ്തതായിട്ട് ഇതുവരെ അറിവില്ല. കാരണം ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, ഈ പോലീസിന്റെ നടപടി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് നിയമപരമായിട്ടുള്ള ആ കാര്യമാണ്. അത് ആ വശം അവിടെ നിൽക്കട്ടെ. ഈ ഹിന്ദുസേന ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പുറകിലുള്ളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ ശ്രീ കുമാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല, പറയുന്ന വലിയ ലിസ്റ്റുള്ള സംഘടനകളുണ്ടല്ലോ അതിനുമായിട്ടൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. അങ്ങനെയാണ് പിന്നെ കേരള ഹൗസിൽ സാധാരണഗതിയിൽ ഇടയ്ക്കിടെയൊക്കെ അവിടെ ബീഫ് അപ്രത്യക്ഷമാകാറുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ ബീഫ് കിട്ടാറില്ല, ഡൽഹിയിലും അപൂർവമായി മാത്രമേ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരള ഹൗസ്. അവിടെ നിന്ന് പല കാരണങ്ങളാൽ ബീഫ് അപ്രത്യക്ഷമാകാറുണ്ട്. ഇത്തവണ കൂടി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് വിട്ടുകൂടെ? അല്ല, ഇവിടെ സംഘപരിവാർ വിഭാഗങ്ങൾ പരസ്പരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങളറിയില്ല, ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാണ്. RSS ആണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ വിഭാഗങ്ങളെ ചുക്കാൻ പിടിക്കുന്നത്.
അതിന് 10-100ഓളം സംഘടനയുണ്ട്. 1ഉം 2ഉം 10ഉം അല്ല. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നൂറുകണക്കിന് സംഘടനകളെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഹിന്ദു വർഗീയവാദം ഇന്ത്യയിൽ ഉടനീളം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, ലോകവ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് RSS ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംഘടനകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ആ സംഘടനകളാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യർക്കെതിരായിട്ട്, അവർക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ കൊല്ലുന്നതിന്, അതുപോലെ തന്നെ പശുവിനെ കടത്തിക്കൊണ്ടുപോയ ട്രക്കിൻ്റെ ഡ്രൈവറെ കൊല്ലുന്നതിന്, അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് ബീഫിൻ്റെ പേരിൽ കടന്നാക്രമണം നടത്തുന്നതിന്, നേരത്തെ നിങ്ങൾ തന്നെ നിതീഷ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഉത്തരേന്ത്യയിലെ ദാദ്രയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അവിടെയുള്ളൊരു മധ്യവയസ്കനെ മൃഗീയമായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് കൊല്ലുകയാണെന്ന്. എന്താ കാരണം? ഫ്രിഡ്ജിൽ ഈ പറയുന്ന ബീഫ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. പരിശോധിച്ചപ്പോൾ ഒന്നും കൃത്യമല്ലാതെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കൊല്ലുകയാണ്. പ്രകോപനപരമായ രീതിയിൽ ഇപ്പോഴ് ഹിന്ദു വർഗീയവാദികൾ അഴിഞ്ഞാട്ടം നടത്തി ഇന്ത്യയിലുടനീളം ഈ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടാതെ ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ബീഫ് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പശു ഹത്യ അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഇല്ല. ഇവിടെ ഗോവധം നടത്തുന്നതിന് എതിരായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇവിടെ ബീഫ് കഴിക്കുന്നതിന് എതിരായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾ ഒരു ഭാഗത്ത്, ന്യൂനപക്ഷം വരുന്ന മറ്റ് ജനവിഭാഗങ്ങൾ ഒരു ഭാഗത്ത് എന്നല്ല. ഹിന്ദുക്കൾ എത്രയോ ആളുകൾ, പ്രത്യേകിച്ചിട്ട് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ ബീഫ് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വെജിറ്റേറിയൻ കഴിക്കുന്നവർ മാത്രമായിട്ടുള്ള ആളുകളുണ്ട്. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കുന്നവരും കഴിക്കാത്തവരും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് ബോധപൂർവം കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബീഫ് കഴിക്കുന്നു, അല്ലെങ്കിൽ പശു ഇറച്ചി കഴിക്കുന്നു, അത് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെയും കൊല്ല എന്ന് പറഞ്ഞാൽ പട്ടിയെ പേപ്പട്ടിയാക്കി കൊല്ലുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നിരന്തരമായ ശ്രമം. ഇവിടെ നമുക്കിപ്പോൾ കാര്യങ്ങൾക്ക് ഒരു തീർപ്പായല്ലോ. കേരള ഹൗസിൽ പോലും ബീഫ്, അതായത് ബഫലോ മീറ്റ്, കാള ഇറച്ചി, അത് വിതരണം ചെയ്യുന്നത് തടയാനുള്ള ഒരു ശ്രമം നടക്കുകയും പിന്നീട് അത് നിയമവിധേയമാണ് എന്ന് കണ്ടപ്പോൾ തുടരുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പല സാഹിത്യ സിനിമാ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് കേരളത്തിനെങ്കിലും നട്ടെല്ലുണ്ടായല്ലോ തങ്ങളുടെ ഭക്ഷണം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിൽ എന്ന്. 24 മണിക്കൂർ മാത്രമേ ബീഫ് നിരോധനം കേരള ഹൗസിൽ ഉണ്ടായുള്ളൂ എന്നതിൻ്റെ പേരിലായിരിക്കാം ഇത്തരത്തിൽ കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള സാഹിത്യ സിനിമാ പ്രവർത്തകർ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇവിടെ കേരളത്തിലും മുഹമ്മദ് അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതീകാത്മകമായ ഒരു സമരം നടന്നിരുന്നു, ബീഫ് ഫെസ്റ്റിവൽ. അതിനെ ABVP RSS പ്രവർത്തകർ അതേ ക്യാമ്പസിൽ വെച്ച് കായികമായി കയ്യേറ്റം ചെയ്ത് എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വേണ്ടിയിരുന്നോ? അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നികേഷിന്റെ ഒരു വൺ സൈഡ് പറയുന്നത്. കാരണം ഒറ്റപ്പെട്ട ചില വൈകാരികമായിട്ട് ഇപ്പൊ എല്ലാവരും ഒരേ പ്രസ്ഥാനത്തിലെ ഒരു രാജ്യത്തുള്ള ആളുകളെല്ലാം ഒരേപോലെ ചിന്തിക്കണം എന്ന് പറയാൻ സാധിക്കും. വൈവിധ്യം ഉണ്ടാവില്ലേ? ചിലർക്ക് വൈകാരികമായിട്ട് ഇതിനെ കാണുന്നവരുണ്ടാവാം, ചിലർ തീരെ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ടാവാം. ഇതൊക്കെ ഒരു പാർട്ടിയുടെ പോളിസിയാണ് നമ്മൾ നോക്കേണ്ടത്. BJP അടിസ്ഥാനപരമായി ഗോവധം പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. മുഹമ്മദ് അലി ജിന്ന പോലും ഇന്ത്യയിൽ ഗോവധം ഒരു പെരുന്നാളിന് വേണ്ട എന്ന് ഐക്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്. എന്റെ ചോദ്യം കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതിനെ ശാരീരികമായി എതിർത്ത ABVPയുടെ RSSന്റെ നയം ശരിയായിരുന്നു? അവരെ അടിച്ച്, നിങ്ങൾ ആ പറഞ്ഞ കോളേജിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ അടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കൊണ്ട് അടിച്ച് പരുക്കേൽപ്പിച്ച് ജീവച്ഛവമായി തീർന്ന ആളുകളുണ്ട്. മറിച്ച് ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താന്ന് പറയുന്നത് ഹിമാലയൻ ലൈയാണ്. അല്ലല്ല ശ്രീധരൻപിള്ള, ഒരാൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തണം, എതിരാളികളെ പോയി തല്ലുകയും വേണം എന്ന നിലയിലേക്ക് അവർ പോകില്ലല്ലോ. സ്വാഭാവികമായും ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സംഭവം എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ എതിർക്കും എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ABVPയും RSSഉം അതിനെതിരെ തിരിഞ്ഞത്. RSS എവിടെയും തിരിഞ്ഞിട്ടില്ല. ABVPയിലാണ് ചില കോളേജുകളിൽ അവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം ആ കോളേജുകളിൽ പരമ്പരാഗതമായി ABVP തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശരിയാണോ എന്നാണ് താങ്കളോട് ചോദിക്കുന്നത്.
അല്ലല്ല, കോളേജിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് അത്തരത്തിൽ, കാരണം കോളേജ് അന്തരീക്ഷത്തിൽ ഈ ഞാൻ വിദ്വേഷത്തിന്റെ വിളവെടുപ്പല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. മനുഷ്യ മനസ്സുകളെ ഇങ്ങനെ വിദ്വേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാ. ബീഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേള ഇവിടെ നടത്താൻ എല്ലാ ആവശ്യമുണ്ട്. അങ്ങനെ നാളെ ഇപ്പം ചില ആൾക്കാർ കോഴിക്കോട്ട് ചില ഈ സേനകള് അവർ പോയിട്ട് പിന്നെ മറ്റേ പന്നിയിറച്ചിയുടെ മേള നടത്താൻ പോയി 3 ദിവസം. ഞാൻ ഞാൻ മറുഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മറുഭാഗത്തിന്റെ വക്കാലത്ത് ഞാൻ എടുക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനോട്. കാരണം കാരണം എന്റെ രാജ്യത്ത് ജനങ്ങളെ ഇങ്ങനെ തമ്മിലടുപ്പിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗതികേട് വന്നിരിക്കുന്നത്. എന്തിനാ ഇതിങ്ങനെ അടുപ്പിക്കുന്നത്, തമ്മിലടുപ്പിക്കുന്നത്? പിന്നെ മേള നടത്തുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടായോ? ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും വന്നോ? ആരെങ്കിലും വന്നോ? നിയമവിരുദ്ധമായി ശ്രീ ഇവിടെ ആത്യന്തിക വിജയം ബീഫ് ഈറ്റേഴ്സിനല്ലേ? കേരള ഹൗസിൽ ബീഫ് നിരോധിക്കാൻ ശ്രമിച്ചു, അവിടെ ബീഫ് തിരികെ വന്നിരിക്കുന്നു. കേരളത്തിൽ ഒരു ഭയം സൃഷ്ടിച്ച് ബീഫ് നിരോധിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷെ അതിനെയും എതിർത്തു തോൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ബീഫ് ഫെസ്റ്റിവൽ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. നികേഷിന് അറിയാത്ത കാര്യമല്ല, ലാലു പ്രസാദ് യാദവ് പോലും അദ്ദേഹത്തിന് പിന്നെ പറയേണ്ടി വന്നില്ലേ, എന്നിലെ പ്രേതമോ എന്തോ എന്താ പറയണ്ട, ആ ടൈപ്പുള്ള എന്തോ ഒരു വാക്ക് രാക്ഷസന പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞതാണ്. ബീഫ് കഴിക്കുന്നതിനെ സംബന്ധിച്ച് എന്റെ നിലപാടതാണ്. ഒരു സ്ഥലത്ത് പറയേണ്ടി വന്നില്ലേ? രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടിയിട്ട് ഏത് തലത്തിലും പോകും. CPM അതില് അവാർഡ് കൊടുക്കേണ്ടവണ്ണം അതപ്പതിച്ചൊരു പാർട്ടിയാണിപ്പോൾ. ശ്രീമതി സാറ ജോസഫ്, കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം ബീഫ് നിരോധിച്ചു എങ്കിൽ പോലും ഇന്ന് തിരികെ വന്നു. പക്ഷേ നേരത്തെ ഈ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മീറ്റ് ഫ്രൈ ആയി മാറിയിരിക്കുന്നു, മീറ്റ് കറിയായി മാറിയിരിക്കുന്നു, ബ്രാക്കറ്റിൽ ബഫലോ എന്ന് എഴുതേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും കേരള ഹൗസിലല്ല മറ്റെവിടെയാണെങ്കിൽ പോലും വികാരം മാനിക്കേണ്ടി വരും. പശു ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് കരുതുന്നവരുടെ വികാരം മാനിക്കാൻ കേരള ഹൗസും ഇടം നൽകിയിരിക്കുന്നു. ഇത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ഹൗസ് എന്താണെന്നുള്ളത് അറിയാത്തവരല്ല ഡൽഹി പോലീസ്. കേരള ഹൗസിലേക്ക് അതിർത്തി ലംഘനം കടത്തി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള ധിക്കാരപരമായ ഒരു നീക്കം തന്നെയാണ്. ആരും പറയില്ലല്ലോ പ്രധാനമന്ത്രി കഴിക്കുന്ന ഭക്ഷണമേ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഭക്ഷണം മനുഷ്യന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ്. അതിലെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരത് പുലർത്തി അത് ഭംഗിയായി പാലിച്ച് മാതൃകാപരമായി അവർ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഇല്ലാത്ത മനുഷ്യര് മറ്റു ഭക്ഷണം കഴിച്ച് ശീലിച്ചവര് അവരും കൂടി അങ്ങനെ തന്നെ ആവണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഭക്ഷണം മതം പോലെ മനുഷ്യന്റെ മൗലിക അവകാശമാണ്, വ്യക്തിയുടെ പൗരന്റെ തെരഞ്ഞെടുപ്പാണത്. അത് പുലർത്തി ജീവിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുന്നത് ദുസ്സാമർത്ഥ്യമാണ് എന്ന് മാത്രമല്ല അതൊരു തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രയോഗവും കൂടിയാണ്. ഇപ്പോ എന്തൊക്കെ സംഭവിച്ചാലും കേരള ഹൗസിലും തിരുത്തല് വേണ്ടി വന്നിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഹിന്ദു സേനാ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ വെളിയിലായാലും ഭയത്തിന്റെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാൻ സാധിച്ചില്ലേ? കേരളത്തിലെ BJP പ്രവർത്തകരെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ കേരളത്തിൽ തടയില്ല, ഞങ്ങളും ബീഫ് കഴിക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുരളീധരന്റെ പ്രസ്താവനയോടുകൂടിയിട്ട് കേരളത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണത്. ഇത് വളരെ കൃത്യമായിട്ട് ഭക്ഷണത്തിന്മേൽ കൈവയ്ക്കുക, വിശ്വാസത്തിന്മേൽ കൈവയ്ക്കുക, വാക്കുകളിന്മേൽ കൈവയ്ക്കുക, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കുക, അങ്ങനെ വ്യാപകമായ ഒരു തന്ത്രമാണിത്. ഇത് ഭയങ്കര ഒരു ഗൂഢാലോചനയിലൂടെ തന്നെയാണ് ഇതൊക്കെ നടപ്പാക്കപ്പെടുന്നത്. ഫാദർ ബോആസ് മാത്യു, സാർ ടീച്ചർ പറയുന്ന ആ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്. ഭക്ഷണത്തിൽ കൈവയ്ക്കുക, വിശ്വാസത്തിൽ കൈവയ്ക്കുക, വസ്ത്രത്തിൽ കൈവയ്ക്കുക തുടങ്ങി വലിയ തോതിലുള്ള ഇടപെടൽ രാജ്യമേ ആകമാനം ഉണ്ടാകുന്നുവെന്നും അത് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള ആശങ്ക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അത് ഉണ്ട് എങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നാണ് കരുതുന്നത്? ഇതിനെ പ്രതിരോധിക്കേണ്ടത് അതേ നാണയത്തിലല്ല, ഇതിനെ പ്രതിരോധിക്കേണ്ടത് സമവായത്തിലൂടെയാണ്. നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ രാജ്യത്ത് ധാരാളം വൈവിധ്യങ്ങളുണ്ട്. സംസ്കാരങ്ങളുടെ വൈവിധ്യമുണ്ട്, ഭക്ഷണത്തിൻ്റെ വൈവിധ്യമുണ്ട്, ഭാഷയുടെ വൈവിധ്യമുണ്ട്, മതവിശ്വാസങ്ങളുടെ വൈവിധ്യമുണ്ട്. പക്ഷേ ഈ വൈവിധ്യങ്ങളുടെ ഇടയിലും നമ്മളെ ഇന്ത്യക്കാരനെന്ന ഒരു ദേശീയ ബോധം ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നു, അതിൽ അഭിമാനം തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആ അഭിമാനത്തിനോടൊപ്പം ഭയം അവിടെ വളരുന്നു. ഈ ഭയമാണ് നീക്കപ്പെടേണ്ടത്.
അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് കൂട്ടായിട്ടാണ്, ഏക മനസ്സോടെയാണ്. ബഹുമാനായ ശ്രീധരൻ പിള്ളയും അതുപോലെ VHPയുടെ പ്രതിനിധിയും ഇത് ചെയ്തവരെ ഏറെക്കുറെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അവരുടെ വാക്കുകൾ ആത്മാർത്ഥമായി എടുക്കാമെങ്കിൽ അവർ മുൻനിരയിൽ വരട്ടെ, ഇതിനെ പ്രതിരോധിക്കാൻ ഒപ്പം വരട്ടെ. അവർ കൂടെ മുന്നിൽ നിന്ന് ഇത്തരം വിഘടിതമായ ശക്തികളെ, ഫാസിസ്റ്റ് സമീപനങ്ങളെ നമ്മൾ ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്ന് അവരും പറയട്ടെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ഇവിടെ ഹൈന്ദവരും മുസ്ലിങ്ങളും നേരിടേണ്ടത് ദാരിദ്ര്യത്തെയാണ് എന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ എത്തേണ്ട കൺക്ലൂഷൻ എന്താണ്? അദ്ദേഹം പറയുന്നത് ആരും ഇവിടെ കേൾക്കുന്നില്ല എന്നാണ്. അദ്ദേഹം പറയുമ്പോഴും ഇതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. പ്രസംഗം ഉണ്ടായത് അതിനൊന്നും ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന കേരള ഹൗസിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ, ഇന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം, അതിനെല്ലാം ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അവിടെ ബീഫ് വിളമ്പിയാൽ റെയ്ഡല്ല, അതിനപ്പുറവും നടക്കും എന്നാണ്. എന്ത് സമവായമാണ് നിങ്ങൾ ഇതിൽ കണ്ടെത്താൻ പോകുന്നത്? അല്ല, ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് അവസാനിക്കില്ലല്ലോ. ഇത് കൂട്ടായ ചർച്ച. അദ്ദേഹം തന്നെ പറയുന്നു, കഴിഞ്ഞ മുൻ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇത് നിരോധിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവായ സാമൂഹിക ഘടന മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ അതേ സമീപനം അദ്ദേഹം ഇവിടെ എടുക്കുമായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ സാമുദായിക സൗഹൃദ അന്തരീക്ഷം തകർക്കപ്പെടാൻ പാടില്ല. ഇവിടെ ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും എന്നൊരു വേർതിരിവിൽ നമ്മുടെ സമൂഹം വിഭജിതമാകാൻ പാടില്ല. സാറ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രത്തിന്മേൽ, വാക്കുകളിന്മേൽ, ഭക്ഷണത്തിന്മേൽ, വിശ്വാസത്തിന്മേൽ, എല്ലാത്തിൻ്റെ മേലും കാര്യങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നു. ലോകത്ത് ഫാസിസ്റ്റ് സമീപനങ്ങളുടെയും ഫാസിസം നടമാടിയ രാജ്യങ്ങളുടെയും ഫാസിസത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇതു തന്നെയാണ് നടന്നത്. യഥാർത്ഥത്തിൽ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താകും? മതേതര രാജ്യമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കണ്ടേ? ഈ സമീപനം ഇങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ ഇത് പ്രതീക്ഷിക്കണ്ടേ? ഇവിടെ ആർക്കും ഒരാകുലതയും വേണ്ടതാണോ പറയുന്നത്? നമ്മുടെ മുന്നിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, വിവാദങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും കണ്ടതല്ലേ ഈ ദിവസങ്ങളിൽ? ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കളെപ്പോലുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആശങ്കയില്ലേ? കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് നടമാടുന്നത് ഫാസിസമാണെന്ന് മതനേതാക്കൾ പോലും പറയുന്നു. കാരണം നികേഷ്, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPM. എണ്ണയിട്ട യന്ത്രം പോലാണ് എന്റെ പ്രവർത്തനം. അത്ര ശക്തമാണ് അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ വിഭാഗങ്ങളെല്ലാം ആശങ്ക സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആർക്കെന്താ ചെയ്യാൻ പറ്റുക? ആശങ്ക ആരാ ഉണ്ടാക്കുന്നത്? ഇതല്ലെങ്കിൽ വേറൊരു വിഷയം എടുത്തിട്ട് ആശങ്ക ഉണ്ടാക്കി. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെയാണ്. കാരണം CPM എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു, 100 നാവതിനുണ്ട്. പക്ഷെ അത് പറയുന്നത് കേട്ടി മതാധ്യക്ഷന്മാർ, നേതാക്കന്മാർ അവർ അതേപോലെ CPMന്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കുകയാണ് എന്നാണോ പറയുന്നത്? അങ്ങനെയൊക്കെ സാധിക്കും? എന്ത് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ? ഇപ്പൊ എന്ത് സംഭവം ഉണ്ടായിട്ടുള്ളത്? കാരണം ഞാൻ ചോദിക്കട്ടെ, ദാരുണമായ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. ആ ദാരുണമായ കൊലപാതകം നമ്മുടെ രാഷ്ട്രത്തിന് ആത്മാവ് നൽകുന്ന ക്ഷതങ്ങളാണ്, അതിനെ അപലപിക്കേണ്ടതുമാണ്. പക്ഷേ ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെ വെച്ചു പൊറപ്പിക്കില്ല നിലപാടിലേക്ക് പോകുമ്പം ആ മതങ്ങൾക്ക് തന്നെയാണ് വാസ്തവത്തിൽ, അവർക്കാണ് അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാവുക. അവരറിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെയാണ് ഒരു കാലത്ത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ആരാ വിമോചനം നടത്തിയത്? കേരളത്തിലെ ക്രിസ്ത്യാനികളല്ല മെയിനായിട്ടുണ്ടായത്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഖുർആൻ കത്തിച്ചിട്ടുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ. 10 ന്യൂനപക്ഷ വോട്ടുകൾ, അതിനാണ് ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ താങ്കളുടെ പാർട്ടി ശ്രമിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ 2 സ്വരാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രീ ശ്രീധരൻപിള്ളയുടെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ളത്. നേരെ മറുഭാഗത്താണ് മുരളീധരനുള്ളത്, ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ബീഫ് വിറ്റ് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ ഇതിപ്പോൾ റെയ്ഡ് മാത്രമേ നടന്നിട്ടുള്ളൂ, റെയ്ഡിൻ്റെ അപ്പുറത്തുള്ള കൊല നടക്കും എന്നാണ് പച്ചയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. വെറുതെ അതിനപ്പുറം നടക്കുന്നു വേറെ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ റെയ്ഡ് മാത്രമല്ല, റെയ്ഡിൻ്റെ അപ്പുറവും നടക്കുമെന്നൊരു ഭാഗം പറയുന്നു. ഇത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് ശ്രീധരൻപിള്ളയും പറയുകയാണ്.
ഇത് BJPക്കകത്തുള്ള തർക്കം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്തറിഞ്ഞു ഡൽഹി കേരള ഹൗസിൽ നടത്തിയിട്ടുള്ള ഈ റെയ്ഡ് CPIM പ്ലാൻ ചെയ്തതാണോ? CPIM പ്ലാൻ ചെയ്തതാണോ? പശുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു മധ്യവയസ്കരെ മൃഗീയമായിട്ട് അടിച്ചു പോകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ ട്രക്കിൽ പശു വളർത്തിയിട്ടുള്ള ആളുകളെ ആ ഡ്രൈവറെ തന്നെ കൊല്ലുന്നത്? എന്നിട്ട് ഇതൊന്നും നടത്തിയിട്ട് എന്താണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താ കുഴപ്പമുള്ളത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവരോട് എന്താണ് ഉത്തരം പറയേണ്ടത്? ഇവിടെ ഹിന്ദു വർഗീയവൽക്കരണത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ ബോധപൂർവം പ്ലാൻ ചെയ്യുന്ന വംശഹത്യയുടെ ഗുജറാത്തിൽ 2002 ചെയ്തതുപോലെയുള്ള വംശശുദ്ധിയാണ് ജർമ്മൻ ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അവിടെ ജൂതന്മാരെ കൊന്നൊടുക്കിയത് ഈ വംശശുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ വംശശുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിചാരധാരയിൽ 3 അധ്യായങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 3 അധ്യായത്തിൽ പറയുന്നത് വംശശുദ്ധി വളരെ പ്രധാനമാണ്. ജർമ്മനി അത് കൈവരിച്ചിട്ടുണ്ട്. വംശങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ ശുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് വംശങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരധാര വ്യക്തമാക്കിയത്. വായിക്കുന്ന ആളെ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അത് വിചാരധാര വായിച്ചിട്ടില്ല. വിചാരധാരയിൽ ഹിന്ദു ഈ നാടിന്റെ സംസ്കാര കമ്മ്യൂണിസ്റ്റ് എതിർത്തിട്ടുണ്ട്. ഭാരതമാതാ കീ എന്ന് വിളിക്കുന്ന പോലും മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരല്ലേ? രാജ്യത്തെ 16 പരമാധികാര രാജ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെമ്മോറാണ്ടം ക്യാബിനറ്റ് മിഷൻ കൊടുത്തവരല്ലേ? അതിൽ നിന്ന് മാറാത്ത കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപ്പുവെച്ച കലം പോലെ 3% ഒതുങ്ങി. കാര്യങ്ങൾ പക്ഷേ കൈവിട്ടു പോവുകയാണോ അതോ നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ വരികയാണോ? ശ്രീ PS ശ്രീധരൻപിള്ള, ഈ പറയുന്ന ധ്രുവീകരണം ഗോമാംസത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഹിന്ദു വോട്ടുകൾ കുറച്ചധികം കിട്ടും എന്നാണോ ധരിക്കുന്നത്? ഇതൊന്നും എനിക്ക് വോട്ട് കിട്ടുമോ കിട്ടാനെന്നല്ല, രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ക്ഷതകേൽപ്പിക്കാൻ ഇത്തരം കുപ്രചരണങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വിദ്വേഷത്തിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞത്. അതാണ് നേരത്തെ ശ്രീ ഗോവിന്ദ മാസ്റ്റർ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചത്. റെയ്ഡ് അല്ല, അതിനപ്പുറവും നടക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ എന്താണ് ഈ അപ്പുറത്ത് നടക്കാനിരിക്കുന്നത് കേരളത്തിൽ? അപ്പുറം ഇപ്പുറം നോക്കണ്ട. ഇപ്പൊ ഒരു സംശയം, ഒരാൾക്ക് ഒരു പെറ്റീഷൻ കിട്ടിയാൽ പോലീസുകാർ പോയിട്ട് റെയ്ഡ്, ഇപ്പൊ നാളെ കഞ്ചാവ് കൊണ്ട് കേരള ഹൗസിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഒരാള് വെച്ചു ഒരു മെസ്സേജ് കിട്ടിയാൽ അവിടെ പോയത് അന്വേഷിച്ചു കൂടുന്നതാണോ? എന്താ റെയ്ഡ് ചെയ്ത്? ആരെ അടിച്ചോ? അവിടെ ബലംപ്രയോഗം നടത്തിയോ? എന്താ ചെയ്തത്? അവിടെ പോയെന്ന് അന്വേഷിച്ചു പോലീസുകാർ. അതുപോലെ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സാക്ഷര കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമോ? നിയമവാഴ്ചയിൽ പോലീസുകാർക്ക് എവിടെയും നികേഷ് നിങ്ങളുടെ പത്രസ്ഥാപനത്തിലും ശ്രീധരൻപിള്ളയുടെ വക്കീൽ ഓഫീസിലും വരെ അവർക്ക് വന്നിട്ട് നോക്കിയിട്ട് പോകാം. പക്ഷെ എന്നോട് മോശമായി പെരുമാറിയാൽ അല്ല എന്തെങ്കിലും ഉണ്ടായാലാണ് ഇടപെടേണ്ടത്. മോശമായി പെരുമാറി അവിടെ റെസിഡന്റ് കമ്മീഷണർ എന്ന IAS ഉദ്യോഗസ്ഥനുണ്ട്. ആ ആളോടൊന്ന് പോയി ചോദിക്കണമായിരുന്നു. നോക്കൂ, IASകാർക്ക് ഒമ്പൊന്നുമില്ല. നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ IAS, കാരണം ഇന്ത്യയുടെ ആണവരഹസ്യം ചോർത്തി കൊടുത്തത് ഏറ്റവും സീനിയർ IAS ഓഫീസറാണ് ഇന്ത്യയിൽ. അയാളെയാണ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തിയത്. നമുക്കറിയാം. ശ്രീധരൻപിള്ള, താങ്കളുടെ വക്കീൽ ആഫീസിൽ പോലീസുകാർക്ക് കടക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ താങ്കളോടാണ് അവിടെ വന്ന് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അതുപോലെ കേരള ഹൗസ് എന്ന് പറയുന്നത് ഭരണസിരാ കേന്ദ്രമാണ്. ദില്ലിയിലെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുമ്പോൾ അത് കേരളത്തെ അപമാനിക്കലാകരുത്. പകരം അവിടെ ഉത്തരവാദപ്പെട്ടവരോട് ഈ നിലയിൽ ഒരു ആരോപണം, പരാതി വന്നിട്ടുണ്ട് എന്ന് അന്വേഷിക്കുകയും അതിന്റെ നിജസ്ഥിതിയിലേക്ക് കടക്കുകയും ചെയ്യണം. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു ഭീതി സൃഷ്ടിക്കാൻ ഗുണ്ടകളുമായിട്ടാണ് പോലീസ് വന്നത്. ഹിന്ദു സേന എന്ന് പറയുന്നത് നിങ്ങൾ പോലും തള്ളിപ്പറയുന്ന ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ വന്നത് ഭീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. നികേഷ്, ഒരു ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ പോലീസുകാർ അവിടെ ആരെങ്കിലും അടിച്ചു എന്ന്, ബലപ്രയോഗം നടത്തിയെന്ന്, നിയമലംഘനം നടത്തിയെന്ന്? അവിടെ വന്നു എന്നുള്ളതാണ്. ഒരു പരാതി കിട്ടി, പരാതി ശരിയോ തെറ്റോ, പരാതിക്കാരായിട്ട് കേസെടുത്തല്ലോ, പരാതി കിട്ടിയപ്പോൾ അവർ പോയി അന്വേഷിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ നാളെ കേരള ഹൗസിൽ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് വെച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ പോയിട്ട് അവിടെ പെർമിഷൻ വാങ്ങിയിട്ട് പോകണമെന്നല്ല താങ്കൾ പറയുന്നത്? ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇങ്ങനെ അട്ടിമറിക്കും. കഞ്ചാവും ബഫലോ മീറ്റും, അതായത് കാളയിറച്ചിയും കഞ്ചാവും ഒരേ നിലയിലാണോ കാണേണ്ടത്? അവിടെ നിരോധിച്ച 5 കൊല്ലം വരെ ശിക്ഷ കൊടുക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയ നിയമം, ആ നിയമത്തിൽ അത് പശുവിറച്ചിയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്. പശുവിറച്ചി കേരള ഹൗസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ അറവുശാലയില്ല. അറവുശാലയിൽ പോയല്ലേ അന്വേഷിക്കേണ്ടത്? അത് ചെയ്തോ ദില്ലി പോലീസ്? എന്നാൽ കഞ്ചാവ് കൃഷി നടത്തുന്നിടത്തേ പോകാൻ പാടുള്ളൂ. കഞ്ചാവ് കാരണം ഞാൻ നോക്കുന്നുണ്ട്. എന്താ തെറ്റ്? അവിടെ നോക്കിപ്പോയതുകൊണ്ട് ആർക്കാ ക്ഷീണം ഉണ്ടായത്? CPMകാരും മറ്റുള്ളവരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാരന്റെ കേരളത്തിലെ സാധാരണക്കാരന്റെ ബുദ്ധിയെ ഇത്രയും അപമതിക്കുന്ന ഒരു പാർട്ടി CPMനെ പോലെ വേറെയില്ല. ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, നിങ്ങൾ ബുദ്ധിയെ പരീക്ഷിക്കുകയാണ് കേരളക്കാരന്റെ. വളരെ ചുരുക്കി പോകണം എനിക്ക്. അല്ല, ഇതിപ്പോ അതാ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ശ്രീധരൻപിള്ളക്ക് എന്താ പറ്റിപ്പോയത്?
അദ്ദേഹം സാധാരണ രീതിയിൽ വളരെ മാന്യമായും പക്വമായും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. മുരളീധരൻ വേറൊരു ഭാഗത്ത് വളരെ എക്സ്ട്രീമായിട്ട് റെയ്ഡല്ല അതിൻ്റെ അപ്പുറവും നടക്കുമെന്ന ഫാസിസ്റ്റ് രീതിയിലുള്ള ശൈലി ഉപയോഗിച്ച് പറയുന്നു. അതിൻ്റെ നേരെ മറുഭാഗത്ത് നിൽക്കുന്ന ശ്രീധരൻപിള്ള CPIM ആണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് തടി ഊരുകയാണ്. ഞങ്ങളെന്താ ഇതിൽ ചെയ്തത്? നിങ്ങൾ ഈ രീതിയിലുള്ള കുഴപ്പങ്ങൾ മുഴുവൻ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ഇന്ത്യയിൽ സംഘടിപ്പിച്ചിട്ട് അത് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധാരണ മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ വളരെ പെട്ടെന്ന് ഹിന്ദു വർഗീയവൽക്കരണത്തിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വർഗീയ ചേരിതിരിവിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി മെല്ലെ മെല്ലെ കേരള ഹൗസ് പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യിപ്പിച്ച്, അത് ഈ സംഘപരിവാർ വിഭാഗം തന്നെയാണ് റെയ്ഡ് ചെയ്യിപ്പിച്ച്, ആ റെയ്ഡിലൂടെ ഈ കേരളത്തിൻ്റെ അടുക്കളയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയിട്ട് അതിനെ നിസാരവൽക്കരിക്കാനുള്ളൊരു മനസ്സ് എങ്ങനെയാണ് കേരളത്തിലെ പ്രമുഖനായ ശ്രീധരൻപിള്ളക്ക് സാധിക്കുന്നത് എന്നാണ്. സാറാ ജോസഫ്, ഫാദർ ബോയാസ് മാത്യു, ഇറ്റ് ഈസ് അവരിൽ പങ്കെടുത്തതിന് നന്ദി.